അതേ സെറ്റ് ഓഫ് നമ്മൾ പറഞ്ഞ് പഠിപ്പിച്ചതും നമുക്ക് അദ്ദേഹത്തിന് പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുള്ള സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമ്മൾ ഓപ്പറേഷൻ്റെ ഇടയിലും യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓപ്പറേഷന് മുന്നേ തന്നെ അപ്പോൾ അദ്ദേഹത്തിൻ്റെ ബേസ് ലൈൻ എത്രത്തോളം ഉണ്ട്, ഈ ഫാക്കൽറ്റീസിൽ അദ്ദേഹം എത്രത്തോളം ബുദ്ധിമുട്ടുകൾ ഓൾറെഡി ഉണ്ടെന്നുള്ള അസസ്മെൻറ്റുമായി. അപ്പോൾ സർജറിയുടെ സമയത്ത് അതേ അസസ്മെൻറ്റ് തന്നെ നമുക്ക് കണ്ടിന്യൂ ചെയ്യുമ്പോൾ അതിൽ നിന്ന് എന്തെങ്കിലും ഡിപ്പ് ഉണ്ടാകുമ്പോൾ ഇമ്മീഡിയറ്റ്ലി നമുക്ക് മനസ്സിലാവുകയും ചെയ്യുന്നു. അപ്പോൾ ഇപ്പോൾ നമ്മളിപ്പോൾ ട്യൂമർ എടുത്ത് മാറ്റി അത് ബയോപ്സിക്ക് അയക്കുന്നു. ആ ബയോപ്സിയുടെ റിപ്പോർട്ടിനനുസരിച്ച് ട്രീറ്റ്മെൻറ്റ് അതിനുശേഷം നമ്മൾ മാനേജ് ചെയ്യുന്നു. ഇപ്പോൾ ഒരുപാട് മോളിക്കുലർ ടെസ്റ്റുകളും പെത്തോളജിയിലൊക്കെ ഒരുപാട് ടെസ്റ്റുകൾ വന്നു. സ്പെസിഫിക് ആയിട്ട് ഏത് കീമോതെറാപ്പി കൊടുക്കണം എന്ന് ഐഡൻറ്റിഫൈ ചെയ്യുകയും മാക്സിമം ബെനിഫിറ്റ് ഉള്ള കീമോ മാത്രം കൊടുക്കുകയും അതും ഏറ്റവും ഷോർട്ടസ്റ്റ് ഡ്യൂറേഷനിൽ കൊടുക്കുകയും പറ്റുന്നൊരു സാഹചര്യം ഇന്നുണ്ട്. അതുകൊണ്ട് തന്നെ ബ്രെയിൻ ട്യൂമേഴ്സിൻ്റെ ഒരു മോർട്ടാലിറ്റി ബെനിഫിറ്റ്, അതേപോലെ തന്നെ നമ്മൾ അതിന് ശേഷമുള്ള ആൾക്കാരുടെ മോർബിഡിറ്റി എന്ന് പറയും, നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ മാറുന്നു, അവരുടെ ബുദ്ധിമുട്ടുകൾ കൂടുന്നു, അതെല്ലാം നമുക്ക് പരിഹരിക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഒരു ഡിസീസ് ഫ്രീ സർവൈവൽ എന്നുള്ളത് അച്ചീവ് ചെയ്യാനായിട്ട് ഒരു ഫങ്ഷണൽ പ്രിസർവേഷൻ, ആ വ്യക്തി എങ്ങനെയായിരുന്നോ പണ്ട് പേഴ്സണാലിറ്റി അതേപോലെ തന്നെ നമുക്ക് അതിന് ശേഷവും മെയിൻറ്റെയിൻ ചെയ്യാനും, അപ്പോൾ അയാൾ